കണ്ണൂർ മേലേച്ചൊവ്വയിലെ ഗതാഗത കുരുക്കിനെക്കുറിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കണ്ണൂർ വിഷൻ ഒരു വാർത്ത നൽകിയത്. മാസങ്ങളായി ഈ ഭാഗത്ത് നിലനിൽക്കുന്ന ഗതാഗത കുരുക്കിനെക്കുറിച്ചായിരുന്നു ആ വാർത്ത. എന്തുകൊണ്ട് കുരുക്ക് എന്നത് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ ആ വാർത്ത നൽകിയത്. എന്താ ചെയ്യുന്നപ്പോ ഇങ്ങനെയാകുമ്പോ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും കഴിയാണ്ടായി. ഇത് കാരണമാണ് 2-3 മണിക്കൂർ കണ്ണൂർ ടൗണിൽ വരെ ബ്ലോക്ക് വരുന്നത്. കണ്ണൂരിൽ ഈ മെല്ലെപ്പോക്കും സ്തംഭനവുമൊക്കെ തുടങ്ങിയിട്ട് കാലം ഏറെയായി. മേലേച്ചൊവ്വയാണ് വില്ലൻ. ഇവിടെ മേൽപ്പാലം എന്ന മോഹന സ്വപ്നത്തിൽ നാട് ക്ഷമിക്കുകയാണ്. എന്തുകൊണ്ട് ഈ കുരുക്ക് എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള പഠനവും വേണ്ട. 5 പൈസയില്ലാതെ ആ കാരണം ഞങ്ങൾ കാട്ടിത്തരാം. ഈ പാലം പണി നടക്കുന്ന ഭാഗത്ത് ഒന്ന് വന്നു നോക്കിയാൽ മാത്രം മതി കുരുക്കിന്റെ കാരണമറിയാൻ. 2 ബസ്സുകൾ ഒരേ സമയം ഇവിടെ നിർത്തിയാൽ പിറകിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാകും. അതിനേക്കാൾ ഭീകരമാണ് സർവീസ് റോഡിന്റെ അവസ്ഥ. കുണ്ടും കുഴിയും നിറഞ്ഞ ആ സർവീസ് റോഡ് ഇഴഞ്ഞു കയറാൻ എടുക്കുന്ന സമയവും കുരുക്കിന്റെ പ്രധാന കാരണമാണ്. ഈ സർവീസ് റോഡെങ്കിലും ഒന്ന് ടാർ ചെയ്യാനുള്ള മഹാമനസ്കതയെങ്കിലും ഓടി നടന്ന് എല്ലാ കരാറുകളും സ്വന്തമാക്കുന്ന ഊരാളുങ്കൽ തയ്യാറാകണം. 2 വശത്തെയും സർവീസ് റോഡ് അല്പം വീതി കൂട്ടി ടാറിംഗ് നടത്തിക്കൊടുത്താൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ഗതാഗത കുരുക്കിൽ തള്ളാതെ മുന്നോട്ടു പോകാനാകും. മണിക്കൂറുകളോളം കണ്ണൂരിനെ ഇങ്ങനെ ഗതാഗത കുരുക്കിലാക്കിയത് ഈ റോഡാണ്, ഈ സർവീസ് റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ ആ റോഡിൻ്റെ അവസ്ഥയാണ് കണ്ണൂർ വിഷൻ അധികാരികളുടെ മുന്നിലേക്ക് വെച്ചത്. ഒപ്പം ഊരാളുങ്കൽ എന്ന ഈ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ കരാർ ഏജൻസിയെയും. കണ്ണൂർ വിഷൻ്റെ ആ വാർത്ത വലിയ ചർച്ചയായി. ആ പ്രശ്നത്തിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA കൃത്യമായി ഇടപെടുകയും ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് MLA എടുത്തു. കരാർ ഏജൻസിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും എല്ലാം MLA അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഈ സർവീസ് റോഡ് ടാർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആ നിലപാട് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ വ്യാഴാഴ്ച എന്ന ഒരു ദിവസം പറഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി ഈ ടാറിംഗ് പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് കാണാം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരം കണ്ണൂർ വിഷൻ വാർത്തയിലൂടെ നൽകി. അതിന് പരിഹാരമായി ഇന്ന് ഈ റോഡ് സാധാരണ പോലെ ഒരു ബ്ലോക്കുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വ്യാഴാഴ്ച രാത്രിയാണ് ഇതിൻ്റെ ടാറിംഗ് ഒക്കെ നടത്തിയത്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇവിടെ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ എല്ലാ പ്രവൃത്തികളും നടത്തണം എന്ന കർശനമായ നിർദ്ദേശവും MLA നൽകി. അതോടൊപ്പം തന്നെ ഈ മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെയും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അതും തുറന്നു കൊടുക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് ഒഴിയും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ട് അതാദ്യം നമ്മൾ പറയുന്നത് ഈ ഭാഗം ടാർ ചെയ്താൽ തന്നെ കുറേ ഭാഗം ബ്ലോക്ക് ഒഴിഞ്ഞു പോകും. ഈ വലിയ കുഴി ഉണ്ടാകുമ്പോൾ ചെറിയ വണ്ടിക്കാർ ഇറങ്ങി കയറി പോകാൻ കുറേ ബുദ്ധിമുട്ടും. വലിയ വണ്ടി കടന്നു പോകും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായത്. ഇപ്പം ടാർ ചെയ്തുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്, ബ്ലോക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ആ മട്ടന്നൂർ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള വണ്ടി അതിലൂടെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ കുറേ ഭാഗം ഒഴിഞ്ഞു കിട്ടി ബ്ലോക്ക്. ഇങ്ങനെ 2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നമാണ് മാസങ്ങളോളം നീട്ടി കണ്ണൂരിനെ ഇങ്ങനെ ഗതാഗത കുരുക്കിലാക്കിയത്. അധികൃതർ മനസ്സുവെച്ചാൽ
ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മേലെ ചൊവ്വ ജംഗ്ഷൻ. കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ മേൽപ്പാലം. അതിനി എന്ന് പൂർത്തിയാകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.